നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഹൈക്കോടതിക്കും എതിരെ വീണ്ടും പിണറായി. നഗരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും മത സംഘടനകളുടെയുമെല്ലാം ഫ്ലെക്സുകൾ 24 മണിക്കൂറിനകം നീക്കം ചെയ്യണം എന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് കേരളമൊട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ പിണറായിയിൽ ഇത്തരം പ്രചരണ ബോർഡുകളും ഫ്ലക്സുകളും നീക്കം ചെയ്ത പഞ്ചായത്ത് ഓഫീസിൽ കയറി CPM പ്രവർത്തകർ കൈവെട്ടും, ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നൊക്കെയുള്ള വധഭീഷണിയുമായി ജീവനക്കാർക്കെതിരെ കുരച്ചു ചാടിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ ദേവൻ രാമചന്ദ്രൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് തൻ്റെ കണ്ണെത്തുന്ന ദൂരത്തത്രയും തന്നെ മതസംഘടനകളുടെയും കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ഫ്ലക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇത്തരം ഫ്ലക്സുകളിലെല്ലാം റോഡുകളിൽ അശാസ്ത്രീയമായി വച്ച് കെട്ടിയിരിക്കുന്നതിനാൽ വഴിയാത്രക്കാർക്കും വാഹന സഞ്ചാരികൾക്കുമെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വളവിലുള്ള റോഡ് കാണാൻ ഡ്രൈവർമാർക്ക് പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും വെച്ച് അപകടങ്ങൾ ഉണ്ടാവുകയും പലരും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂട്ടർ യാത്രക്കാരടക്കമുള്ള നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഈ വിഷയം കാണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് മുന്നിൽ ഹർജിയും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയെ വിളിച്ചു വരുത്തുകയും ഈ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജസ്റ്റിസിന്റെ ഉത്തരവ് കേട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ മരവിച്ച് നിൽക്കുകയാണ് ചെയ്തത്. സാർ, എനിക്കിതിന് 24 മണിക്കൂർ സമയം തരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന വിഷയമല്ല. 2 മണിക്കൂറിനകം സിറ്റി ക്ലീൻ ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുറമേ നിന്ന് ആളുകളെ നിയോഗിക്കും. ഈ ആളുകൾക്ക് അത് നീക്കുന്നതിന് എത്ര രൂപയാണോ ചെലവായത് അത് താങ്കളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. മാത്രമല്ല, കോർട്ടലക്ഷ്യത്തിന് നിരുത്തരവാദിത്തമായി പെരുമാറിയതിന്റെ പേരിൽ താങ്കളുടെ പേരിൽ കേസെടുക്കും എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് കൊടുത്തതോടുകൂടി കേവലം 2 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് കൊല്ലം നഗരത്തിലെ എല്ലാവിധ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്തത്. ഇത് പിന്നീട് കേരളത്തിൽ സാർവത്രികമായി നടപ്പാക്കപ്പെടുകയായിരുന്നു. ഹൈക്കോടതിയും ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ ഹൈക്കോടതിയുടെയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെയും ഇത്തരത്തിലുള്ള ഉത്തരവാണ് ഇപ്പോൾ പിണറായി നിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെമ്പാടും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ നിരത്തുകളിലും CPMന്റെ സമ്മേളന പ്രചരണ ഫ്ലക്സുകളാണ് ഉയർന്നിരിക്കുന്നത്, കൊടിത്തോരണങ്ങളാണ്. ഇവയെല്ലാം അഴിച്ചു മാറ്റണം എന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി പഞ്ചായത്തിലെ പഞ്ചായത്ത് അധികൃതർ അവിടെ സർവകക്ഷി യോഗം ചേർന്ന് എല്ലാവരോടുമായി പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയ കക്ഷികളോടുമായി പറഞ്ഞത്. എന്നാൽ CPMന്റെ സമ്മേളനത്തിന്റെ കൊടിത്തോരണങ്ങളും പ്രചരണ ഉപാധിയായി വച്ചിരുന്ന ഫ്ലക്സുകളും ഒന്നും നീക്കം ചെയ്യാൻ CPMക്കാർ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഇത് കോടതിയെ ലക്ഷ്യമാകും, തങ്ങൾക്ക് കേസ് വരും, തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇത് പിടിക്കും എന്ന് മനസ്സിലാക്കിയ പിണറായി പഞ്ചായത്ത് അധികൃതർ തന്നെ നേരിട്ടിറങ്ങി നഗരങ്ങളിലും ഗ്രാമവീഥികളിലുമെല്ലാം വച്ചിരുന്ന CPMന്റേതടക്കമുള്ള എല്ലാ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. നഗരവീഥികളും ഗ്രാമവീഥികളുമെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അവർ ശുചീകരിക്കുന്ന, ഫ്ലക്സ് വിമുക്തമാക്കുന്ന, കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കുന്ന ആ രീതി മാറ്റി കൊടിതോരണങ്ങളെല്ലാം നീക്കം ചെയ്തു വൃത്തിയായ നഗരവീഥികളും ഗ്രാമവീഥികളും സൃഷ്ടിക്കുകയായിരുന്നു, സഞ്ചാര യോഗ്യമാക്കി മാറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് തന്നെയാണ് CPMന്റെ നേതാക്കളും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും അടക്കം ഒരു പറ്റം ആളുകൾ പിണറായി പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു കയറി ചെന്ന് ആരൊക്കെയാണോ CPMന്റെ ഫ്ലക്സ് നീക്കം ചെയ്തത്, ആരൊക്കെയാണോ CPMന്റെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്തത്, അവരുടെ കാലും കൈയും ഞങ്ങൾ വെട്ടിമാറ്റും, കൊന്നുകളയും എന്നൊക്കെയുള്ള വധഭീഷണിയാണ് മുഴക്കിയത്. എന്നാൽ ഇത് കോടതി ഉത്തരവാണെന്നും ഈ കോടതി ഉത്തരവ് പാലിക്കാതിരുന്നാൽ തങ്ങൾക്ക് അത് കോടതി അലക്ഷ്യമായി മാറുമെന്നും തങ്ങളുടെ ജോലി വരെ നഷ്ടമാകാൻ, തങ്ങളുടെ ശമ്പളം പിടിക്കും എന്നൊക്കെ ജീവനക്കാർ CPMന്റെ പ്രവർത്തകരോട് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനുള്ള ഭാവം അവർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ കൊടിതോരണങ്ങളും ഫ്ലക്സുകളും നീക്കിയത് പിണറായി പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന പലരും CPMൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നിട്ടും ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇവരെല്ലാവരും ജോലിക്കെത്തിയത്, അതായത് പഞ്ചായത്തിലെ ജീവനക്കാരെല്ലാം ജോലിക്കെത്തിയത് വായ് മൂടി കെട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. അവർ അത്തരത്തിലൊരു പ്രതിഷേധവുമായി തന്നെയാണ് ജോലിക്കെത്തിയത്. സർക്കാരിന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു നിവേദനവും കൊടുത്തു. സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവസരമൊരുക്കണം, നിർഭയമായി ജോലി ചെയ്യാനുള്ള അവസരമൊരുക്കണം എന്ന് തന്നെയാണ് പഞ്ചായത്ത് ജീവനക്കാർ സർക്കാരിന് നൽകിയിരിക്കുന്ന അപേക്ഷ. എന്തായാലും ഇതേ തുടർന്ന് CPM അവിടെ കലിപ്പിൽ തന്നെയാണ്. ആരായാലും വേണ്ടില്ല, CPMന്റെ കൊടിതോരണങ്ങളോ ഫ്ലക്സുകളോ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി പണി കിട്ടും എന്നുള്ള ഒരു സൂചന കൊടുത്തുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസ് CPMന്റെ ആളുകൾ കയറി ഇറങ്ങി നിരങ്ങിയത് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പഞ്ചായത്ത്
ജീവനക്കാരും തന്നെ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അവരതിനും തുനിഞ്ഞിട്ടില്ല. കാരണം ഇവരെല്ലാവരും CPMന്റെ പ്രവർത്തകർ തന്നെയാണെന്ന് ഓർക്കുമ്പോഴാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ ഇരട്ടിക്കുന്നത്. കാരണം CPMന്റെ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങൾ വരാനിരിക്കുന്നു. പ്രാദേശിക സമ്മേളനങ്ങൾ നടക്കുന്നതിന്റെ പ്രചരണ ഉപാധികളായിട്ടാണ് അവിടെ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും എല്ലാം വെച്ചത്. ഇത് CPM ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ പിണറായിയിൽ തന്നെയാണ് ഇത്തരത്തിൽ CPMകാർ വച്ച കൊടിതോരണങ്ങളും ഫ്ലക്സുകളും CPM ജീവനക്കാർ തന്നെ മാറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനും പിണറായിയിലെ CPMകാർക്കും കനത്ത തലവേദനയായി, തിരിച്ചടിയായി. ഏത് കോടതിയുടെ ഉത്തരവായാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന മട്ടിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയും ഹൈക്കോടതിയും എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് CPM പ്രവർത്തകർ അവിടെ അഴിഞ്ഞാടിയത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീതിയും നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള CPM പ്രവർത്തകരുടെ ഈ ധാർഷ്ട്യത്തെ ഒരു കാരണവശാലും വകവെച്ച് കൊടുക്കാൻ സാധിക്കില്ല. അഥവാ ഇത് നിയമരാഹിത്യം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതി ഇനി എന്ത് നടപടിയെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.